വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നാളെ മഹാകുംഭമേള ഉത്തർപ്രദേശിൽ തുടങ്ങാൻ പോവുകയാണ്. 45 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേള. 12 വർഷത്തിൽ ഒരിക്കൽ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മഹാകുംഭമേള. ഈ മഹാകുംഭമേളയ്ക്ക് 45 കോടി ജനങ്ങൾ വരും എന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് പറയുന്നത്. ഗുജറാത്തിൽ നിന്ന് ഇതിനോടകം തന്നെ 3 ലക്ഷം ഭക്തർ പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. മഹാകുംഭമേള തുടങ്ങുമ്പോൾ വിവാദങ്ങൾക്ക് യാതൊരുവിധ കുറവുമില്ല. വിവാദം ആദ്യമായിട്ട് ഈ മഹാകുംഭമേളയെ സംബന്ധിച്ച് തുടങ്ങുന്നത് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ നേതാവായിട്ടുള്ള മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേലി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ കുംഭമേള നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വഖഫിന്റെ ഭൂമിയാണ് എന്ന് പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം അയാൾ അത് തിരുത്തി പറഞ്ഞു. കാരണം കുംഭമേളയ്ക്ക് വരുന്ന ഭക്തർക്കെല്ലാം വെള്ളം കൊടുക്കണം, അവർക്ക് പുഷ്പവൃഷ്ടി നടത്തണം, യോഗി ആദിത്യനാഥ് ഒരു മികച്ച മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം ഇയാൾ ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം യോഗി ആദിത്യനാഥ് ആ വഖഫ് ബോർഡിന്റെ ആ ഒരു വഖഫ് ലാൻഡിന്റെ ആ ഒരു ഫയൽ അങ്ങ് തുറന്നിട്ട് ഈ വഖഫ് ഭൂമിയെല്ലാം സ്വകാര്യ ഭൂമിയാണോ അല്ലെ നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്, ശ്മശാനം, അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ദാനം ചെയ്യാമല്ലോ. ഇപ്പൊ വാടകയ്ക്ക് താമസിക്കാൻ ഒരു വീട് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നാളെ പറയും ഞാനിത് വഖഫിന് ദാനം ചെയ്യുകയാണ്. അങ്ങനെ ദാനം ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്വകാര്യ ഭൂമി മാത്രമേ ദാനം ചെയ്യാൻ പറ്റൂ. അതിന് ഒരു റവന്യൂ ആക്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു 1959 എന്തോ റവന്യൂ ആക്ട് ആണ് യോഗി ആദിത്യനാഥ് തുറന്നു പരിശോധിക്കാൻ. ഉടനെ തന്നെ ഇവർ കളം മാറ്റി ചവിട്ടി യോഗി ആദിത്യനാഥിനെ പുകഴ്ത്തി തുടങ്ങി. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, കുംഭമേള എന്ന് പറയുന്ന ഈ ഒരു വലിയ ഒരു, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഉത്സവം ഉത്തർപ്രദേശിൽ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ വിചാരം, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളുടെ വിചാരം എന്ന് പറയുന്നത്, ഈ കുംഭമേള എന്ന് പറഞ്ഞാൽ കുറെ വസ്ത്രം ധരിക്കാത്ത സന്യാസിമാർ അവിടെ വന്ന് ആഭാസം കാണിക്കുന്നതാണ് എന്നാണ് ഇവരുടെ വിചാരം. അവരങ്ങനെ വിചാരിക്കാൻ കാരണമുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും അവരുടെ അണികളും പൊതുജനങ്ങളുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന നറേറ്റീവ് അതാണ്. പക്ഷെ ഈ കുംഭമേള കഴിയുമ്പോൾ ഇവർ ഞെട്ടാൻ പോകുന്നത് 1.5 ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് ഉത്തർപ്രദേശിന് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരു സിമ്പിൾ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു നറേറ്റീവ് ശരിയാണ്? അതെന്താണ് ഈ കുംഭമേള? അവിടെ വന്നിട്ട് ഈ വസ്ത്രം ധരിക്കാത്ത സന്യാസിമാർ ആഭാസം കാണിക്കുന്നതാണോ കുംഭമേള ഇവിടെ പറയുന്നത് പോലെ? ആദ്യം നമ്മള് ഇത് സാധാരണപ്പെട്ട ആളുകൾ, ഇതിനെ എതിർക്കുന്നവരൊക്കെ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിൽ തന്നെ ഇത്രയും ജനങ്ങൾ കൂടുന്ന ഒരു ആഘോഷം ലോകത്തിൽ വേറെ ഇല്ല. 2013 ഇതിനു മുമ്പ് കുംഭമേള നടന്നത്. അന്ന് ഏതാണ്ട് 12 കോടിയോളം ജനങ്ങളാണ് ആ കുംഭമേളയിൽ പങ്കെടുത്തത്. ഒന്ന്, അത്രയും ജനങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, പരസ്യമില്ലാത്ത ഒരു ഉത്സവമാണ് കുംഭമേള എന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഉത്സവത്തിന് 10 നോട്ടീസും 10 ഫ്ലക്സും ബാനറും കെട്ടുമ്പോൾ ഒരൊറ്റ പരസ്യം പോലും കുംഭമേളയെ സംബന്ധിച്ച് ഔദ്യോഗികമായോ ഔദ്യോഗികമല്ലാതോ എന്നും പ്രചരിപ്പിക്കുന്നില്ല അവർ. അതിന്റെ ആവശ്യം കുംഭമേളയ്ക്കില്ല. കാരണം പണ്ട് പുരാതന കാലം തൊട്ടേ നടന്നു വരുന്ന ഒരു മതപരമായ ചടങ്ങ്, ഒപ്പം ആഘോഷത്തിന്റെ ഒരു ദിനങ്ങളാണ് ഈ 1.5 മാസം. അതായത് ജനുവരി 13 തുടങ്ങി ഫെബ്രുവരി 26 വരെ ഉള്ള ഒരു ഇതിന് ശരിക്കും ഇത് അവിടെ എത്തുന്ന ഭക്തർ മോക്ഷപ്രാപ്തിക്കായിട്ടാണ് അവിടെ എത്തുന്നത്. അതായത് വൈഷ്ണവ, രണ്ടു തരം ഭക്തരാണ് നമുക്ക് കേരളം വിട്ടാൽ കാണാൻ കഴിയും. ഒന്ന് ശൈവാസം, മറ്റൊന്ന് വൈഷ്ണവാസം. ഇത് രണ്ടു കൂട്ടരും ഭക്തി നിർഭരമായി ഇതിൽ പങ്കെടുക്കുകയും മോക്ഷത്തിനായിട്ട്, അതായത് അതിന്റെ പുരാണത്തിൽ അതിന്റെ കഥ പറയുന്നത്, ഈ അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഈ അമൃതിന് വേണ്ടിയിട്ടുള്ള സംഘർഷം നടക്കുകയും അവസാനം അമൃത് കടഞ്ഞെടുത്ത ആ അമൃതുമായി വന്ന ഗരുഡന്റെ കയ്യിൽ, അത് കൊണ്ടുപോയ ഗരുഡന്റെ കയ്യിൽ നിന്ന് 2-3 തുള്ളി ഈ അമൃത് വീണ ഇടങ്ങളിൽ ഒന്ന് ഈ പ്രയാഗ്രാജാണ്, മറ്റൊന്ന് ഉജ്ജയിനിയാണ്, മറ്റൊന്ന് നാസിക്കാണ്, മഹാരാഷ്ട്ര. ഈ 3ഇടത്താണ് ഈ കുംഭമേളകൾ നടക്കാറുള്ളത്. അപ്പോ ആ വെള്ളത്തിൽ, അത് വീണ ജലത്തിൽ, അത് ഈ ജലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗംഗാ, യമുന, സരസ്വതി. സരസ്വതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യ പരതയില്ല, പകരം നമ്മളൊരു സാങ്കല്പികമാണ് ഇതിനടിയിലൂടെ സഞ്ചരിക്കുന്നത്. അങ്ങനെ ആ 3 നദികൾ സംഗമിക്കുന്ന ഈ അമൃത് വീണ ഈ നദിയിൽ ഒന്നിറങ്ങി സ്നാനം ചെയ്യാൻ കഴിഞ്ഞാൽ അതോടുകൂടി നമുക്ക് മോക്ഷം ലഭിക്കും. നമ്മുടെ എല്ലാ പാപ കർമ്മങ്ങളും എല്ലാം കഴിഞ്ഞ് നമുക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്ന് ഒരു വലിയ വിശ്വാസം ഹൈന്ദവ ജനതയ്ക്കിടയിലുണ്ട്. അതിപ്പം നോർത്ത് ഇന്ത്യ മാത്രമല്ല, കേരളത്തിലുമുണ്ട്. കേരളത്തിലൊക്കെ കുംഭമേളയ്ക്ക് പണ്ടും പോകുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. അതായത് എന്റെ അറിവ് ശരിയാണെങ്കിൽ ട്രെയിൻ ടിക്കറ്റുകളൊക്കെ മാസങ്ങൾക്ക് മുമ്പേ ബുക്കിംഗ് ആയിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം തീർന്നിരുന്നു ഈ ഒരു സമയത്തേക്ക്. കാരണം വലിയൊരു വിഭാഗം ആളുകൾ പോകുന്നുണ്ട്. ഇത് എല്ലാവരും ഭക്തരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കുറെ പേർ ഇത് കാണാൻ പോകുന്നവരുണ്ട്, ഇത് ടൂറിസ്റ്റുകളായി വരുന്നവരുണ്ട്. ഇത് നമ്മളെ ഇതിനെ തമ്പരിപ്പിക്കുന്ന കാര്യം, എല്ലാ വർഷവും ഓരോ പ്രാവശ്യം, എല്ലാ വർഷവുമല്ല, ഓരോ തവണയും, ഓരോ 12 വർഷം കൂടുമ്പോഴും ഈ കുംഭമേള നടക്കുമ്പോഴേക്കും
വിദേശികളായിട്ടുള്ള ആളുകൾ ഇതിൽ എത്തുന്നു, ധാരാളമായിട്ടുള്ളവർ ഇതിനകത്ത് എത്തുന്നു, ഇതിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഒരു കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് കൂടുതൽ വിദേശികളെ ഇത് ആകർഷിക്കുന്നു. അതായത് ഈ കുംഭമേള ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞ് നമ്മുടെ വിമാന കമ്പനികളോ ഇല്ലെങ്കിൽ യോഗി സർക്കാരോ ഒന്നും പോയിട്ട് അമേരിക്കയിലോ ലണ്ടനിലോ ഒരു പത്രത്തിലോ ടി വിയിലോ പരസ്യം ഒന്നും ചെയ്യുന്നില്ല. ഇത് കണ്ടറിഞ്ഞാണ് ഈ എത്തുന്ന 45 കോടി ജനവും എത്തുന്നത്. ഈ കുംഭമേള കഴിഞ്ഞ ഒരു എന്റെ അറിവ് ശരിയാണെങ്കിൽ, എന്റെ ഓർമ്മകൾ ശരിയാണെങ്കിൽ, ആ ഓർമ്മയ്ക്ക് ഒരു 25 വർഷം ഇട്ടാൽ ഈ 25 വർഷമായിട്ട് ഇതിനെ തകർക്കാനുള്ള ശ്രമം വലിയ രീതിയിൽ ഇടതുപക്ഷ വിഭാഗത്തിൽ നിന്നും ഒപ്പം തന്നെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വിഭാഗത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ആഘോഷങ്ങൾ ഇല്ലാതാക്കുക എന്നത് ഒരു സംസ്കാരം ഇല്ലാതാക്കുകയാണ്. ഒരു സംസ്കാരം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞ ഒരു ജനതയെയും ഒരു രാജ്യത്തെയും ഇല്ലാതാക്കുകയാണ്. അതിനുള്ള ശ്രമങ്ങൾ മുൻപും നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗ്നരായ സന്യാസിമാരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഇതാണോ ഇന്ത്യ, ഇതാണോ സംസ്കാരം എന്ന് ചോദിച്ചിട്ട് പോസ്റ്റ് ഇടുക. ഒപ്പം തന്നെ ഈ കഞ്ചാവ് വലിക്കുന്നവരുടെ ഇല്ലെങ്കിൽ അത് കണക്ക് ഉള്ളവരുടെ ഒരു കേന്ദ്രമാണ് ഈ കുംഭമേള എന്ന് പറയുന്നത്. പക്ഷെ ഈ കുംഭമേളയുടെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഇപ്പോഴാണ് അത് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നത്. കാരണം ഇപ്പോഴത്തെ ഈ സർക്കാർ വന്നു കഴിയുമ്പോൾ പ്രത്യേക വഴികൾ അതിന് പോകാനും ഈ സിസ്റ്റമാറ്റിക് ഒന്നും ഇല്ലാതിരുന്ന അത്രയൊന്നും സിസ്റ്റമാറ്റിക് 2013 ഇല്ല. അഖിലേഷ് യാദവ് ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു സിസ്റ്റമാറ്റിക്കും ഇല്ല അവിടെ. അവിടെ നടക്കുന്ന ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളയെ കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അതിലോട്ടാണ് ബിചേട്ടൻ ഞാൻ വരുന്നത്. അതായത് ഇപ്പൊ കുംഭമേള നമ്മൾ തന്നെ നേരത്തെ സംസാരിച്ചപ്പോൾ ബിചേട്ടൻ പറയുകയുണ്ടായി, കുംഭമേള ഇപ്പൊ സിസ്റ്റമാറ്റിക് ആണെന്ന് പറഞ്ഞു. ഞാൻ ഈ കുംഭമേളയുടെ പല ദൃശ്യങ്ങളും നാഷണൽ മീഡിയാസിൽ വീക്ഷിക്കുകയായിരുന്നു. അപ്പോ അതിൽ പല നാഷണൽ മീഡിയാസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ കുംഭമേളയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന, അതായത് ഉത്തർപ്രദേശിന് വരാൻ പോകുന്ന വരുമാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ഉത്തർപ്രദേശിന് മാത്രമല്ല, നമുക്കുള്ളിൽ ആഭ്യന്തരമായിട്ടൊരു വിപ്ലവം, അതായത് ഒരു മാർക്കറ്റിലേക്ക് പണം ഒഴുകുന്ന ഒരു വിപ്ലവമാണ് ഈ കുംഭമേളയിലൂടെ, ഇത്തവണത്തെ കുംഭമേളയിലൂടെ അതിഭീകരമായിട്ട് നടക്കാൻ പോകുന്നത്. കാരണം രാജ്യമെമ്പാടുമുള്ള ഒരു ഉത്സവം ആയതുകൊണ്ട് തന്നെ, ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ റെയിൽവേക്ക് വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അവിടെയുള്ള പൊതുജനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഒരാള് ഒരു ബൈറ്റ് കൊടുക്കുകയാണ്. ഞാൻ ഒരു ചാനലിൽ കണ്ടതാണ്, ചാനൽ ഞാൻ ഓർക്കുന്നില്ല. ആ ബൈറ്റിൽ അയാൾ പറയുന്നത്, അയാളുടെ കയ്യിൽ ഒരു കെറ്റിലുണ്ട്. ആ കെറ്റിലിന്റെ അടിയിലാണെങ്കിൽ ഒരു ഒരു ഇത് കെട്ടിവെച്ചിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ ഒരു അടുപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ തന്നെ കെട്ടിവെച്ചിരിക്കുകയാണ്. അത് ഇങ്ങനെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ചൂട് ചായയാണ് സംഭവം. അപ്പൊ പുള്ളിയോട് ചോദിച്ചപ്പോ പുള്ളി പറയുകയാണ്, ഈ കുംഭമേളയ്ക്ക് ഈ ചായ ഞാൻ കച്ചവടം ചെയ്യുന്ന ആളാണ്. ഈ 45 ദിവസം കഴിയുമ്പോൾ 4 മുതൽ 5 ലക്ഷം രൂപയാണ് എന്റെ ലാഭം. ഒരു ചായ കച്ചവടക്കാരന് 30-35 ദിവസം കഴിയുമ്പോൾ, അതായത് ഒരു മാസത്തിൽ അയാളുടെ ലാഭം 4 മുതൽ 5 ലക്ഷം രൂപയാണ് എന്ന് പറയുന്നത്. പോരാത്തതിന് അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഈ ലോകമെമ്പാടുമുള്ള കച്ചവടക്കാരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുകയാണ്. അതായത് നിങ്ങൾ വരൂ, നിങ്ങൾ വന്ന് കുംഭമേളയിൽ നിങ്ങൾ കച്ചവടം സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾ പങ്കെടുക്കൂ എന്ന് പറഞ്ഞ് അവരിങ്ങോട്ട് ആകർഷിക്കുകയാണ്. ഈ ടെന്റുകളാകട്ടെ, റൂമുകളാകട്ടെ, എല്ലാം ഹൈ ക്ലാസ് ആയിട്ടാണ് ഇത്തവണ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ കുംഭമേളയിൽ വേറൊരു കാര്യം നമ്മൾ എടുത്ത് പറയേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ സ്ത്രീ സുരക്ഷയാണ്. അത് യോഗി ആദിത്യനാഥ് ഭരിക്കുന്നത് കൊണ്ടാണോ അത് വന്നത്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സ്ത്രീ സുരക്ഷിതമാണോ ഈ കുംഭമേള? കാരണം ഈ കുംഭമേള നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ഇതുവരെ അതിന്റെ ഇടയിൽ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ അപമര്യാദ നേരിട്ടു എന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത ഇത് ഇപ്പൊ ധനുഷ് പറഞ്ഞൊരു കണക്ക് ഇപ്പൊ നമുക്ക് കിട്ടിയല്ലോ, 1.5 ലക്ഷം കോടി രൂപയാണ് വരുമാനം. ഈ മുമ്പ് നടന്ന കുംഭമേളയ്ക്കും പൈസ വന്നിട്ടുണ്ടല്ലോ. ആ കണക്ക് എവിടെ? ഏതെങ്കിലും ഒരു മാധ്യമത്തെ കണക്ക് വന്നിട്ടുണ്ടോ? ഇത് നല്ല ലാഭമുള്ള കോടിക്കണക്കിന് രൂപ വരുന്ന ഒരു വലിയ ആഘോഷമാണിത്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആയാലും നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ഇത് കണക്ക് കോടിക്കണക്കിന് പേര് വരുന്ന ചില ആരാധനാലയങ്ങൾ. അവിടെ നടക്കുന്ന അഴിമതിയും ഈ കുംഭമേളയ്ക്ക് നടന്ന അഴിമതിയും ഒരേപോലെ ആയിരുന്നു. പിന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ഈ കുംഭമേള നടത്തുന്ന കമ്മിറ്റി എന്ന് പറയുമ്പോൾ അവിടെയാണ് വലിയ കൗതുകമുള്ളത്. ഇത് വിവിധ മഠങ്ങളാണ് നടത്തുന്നത്. വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങളുള്ള, വ്യത്യസ്തമായ മാൻ പവറുള്ള ഈ മഠങ്ങൾ ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത്. മഠങ്ങൾ മാത്രമല്ല, ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ, വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ചേർന്ന് നടത്തുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു ചെറിയ പള്ളിപ്പെരുന്നാളായാലും ചെറിയ ഉത്സവമായാലും നടത്തി കഴിഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന അടിയും പിടിയും ബഹളവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയാണ് ഈ 13 കോടി ജനം പങ്കെടുക്കുന്ന ഈ പരിപാടി ഈ ഹൈന്ദവ സംഘടനകളും ഈ സന്യാസി സമൂഹങ്ങളും, അതിനകത്ത് ഈ പല സന്യാസി മഠങ്ങളും ഈ കുംഭമേളക്കായിട്ട് മാത്രം വരുന്നവരാണ് പുറത്തേക്ക്. അതായത് ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ മാത്രം വരുന്നവർ. അവർക്ക് നമ്മുടെ പൊതുസമൂഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
അവർ വനത്തിനുള്ളിൽ തന്നെ താമസിക്കുക, അല്ലെങ്കിൽ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നവർ. അവർ ഈ സമയത്ത് മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പോലുള്ളവരെയൊക്കെ കൺട്രോൾ ചെയ്യുക വലിയ പ്രയാസകരമാണ്. എന്നിരുന്നാലും എന്തൊക്കെ ഉണ്ടായിട്ടും അത് വളരെ സുഗമമായി മുൻപോട്ട് പോകുന്നു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടി വരും. അതിപ്പോ ആര് ഭരിച്ചാലും അത് മുൻപോട്ട്. പക്ഷെ അത് സിസ്റ്റമാറ്റിക് ആക്കിയപ്പോഴാണ് ഇതിൽ 1.5 കോടി രൂപ വരുമാനമുണ്ട് എന്നും ഇതിൽ പങ്കെടുക്കുന്ന ഭക്തർക്ക് നമ്മുടെ സർക്കാർ എന്ത് ഫെസിലിറ്റി നൽകണമെന്നും യോഗിക്ക് മനസ്സിലാകുന്നു. മുമ്പ് ഈ കുംഭമേളയ്ക്ക് വരുന്നവരൊക്കെ റോഡ് സൈഡിൽ കിടന്നുകൊണ്ടിരുന്നു, ഇല്ലെങ്കിൽ വളരെ വേറെ എവിടെയെങ്കിലും കിടന്നുകൊണ്ടിരുന്നു. അവരെ വലിയ രീതിയിൽ ചൂഷണം ചെയ്തിട്ടുമുണ്ട്. കാരണം റൂമിനായാലും ഭക്ഷണത്തിന് അവിടെ നടന്നിട്ടുള്ള കൊള്ള ഈ വേറെ ഒരു സാധാരണ ഈ ഉത്സവം നടക്കുന്ന എവിടെയും അതിപ്പം നമ്മുടെ തൃശ്ശൂർ പൂരത്തിനായാലും ഇല്ലെങ്കിൽ വേറെ പരിപാടി ഉത്സവത്തിനോടനുബന്ധിച്ച് ഏറ്റവും വലിയ കൊള്ള നടക്കുന്നത് ഭക്ഷണ കാര്യങ്ങളിലാണ്. അവിടെ എത്തുന്ന ഭക്തർ എന്ന് പറയുന്നത് നാട്ടുകാരോ മാത്രമായിരിക്കില്ല, പുറത്തുനിന്ന് വരുന്നവരുണ്ടാകും. അവൻ ദാഹിച്ചിരിക്കുമ്പോൾ അവന് കൊടുക്കുന്ന വെള്ളത്തിന് അമിത ചാർജ് ഈടാക്കുക, ഇല്ലെങ്കിൽ അവന്റെ കയ്യിൽ കൊള്ളയിടുക, അവന് തലചായ്ക്കാൻ ഒരു ഇടം ചോദിക്കുമ്പോഴത്തേന് അവനൊന്ന് വിരിവെക്കുന്ന സ്ഥലത്തിന് വലിയ ഒരു ചാർജ്. വിരിവെക്കുക എന്ന് പറഞ്ഞാല് ഒന്ന് തലചായ്ക്കാനുള്ള ഇടത്തിനാണ് ഈ വിരിവെക്കുക എന്ന് പറയുന്നത്. അതിനൊക്കെ വലിയ ചാർജ് ഈടാക്കുക. അങ്ങനെ വലിയ കൊള്ള. ആ കൊള്ള ഇത്തവണ ഇല്ല. ഇത്തവണ എന്നല്ല, യോഗി കയറിയതിനു ശേഷം ആ കൊള്ള നിർത്താൻ യോഗിക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഉത്സവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കേവലം ഒരു ചടങ്ങ് മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ മുഴുവൻ ഒരു വർഷത്തേക്കുള്ള വരുമാനം സൃഷ്ടിക്കുന്ന ഒരിടം കൂടിയാണ്. നമ്മുടെ നാടുകളിലൊക്കെ ഉത്സവം നടക്കുമ്പോൾ ഇപ്പോഴേ കുറവാണെങ്കിൽ പോലും മുൻപ് ഈ പൂരമായാലും ചിറപ്പായാലും മറ്റാഘോഷങ്ങൾ നടക്കുമ്പോൾ 10-12 ദിവസത്തേക്കല്ല അവിടെ ഒരു കച്ചവടക്കാരൻ വരുന്നത്, അവൻ 1 മാസത്തേക്കാണ് വരുന്നത്. ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ കടകെട്ടി തുടങ്ങും. അപ്പോഴേക്കും ഭക്തജനങ്ങൾ ഒഴുകും. ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞാലും വീണ്ടും ഇപ്പൊ ഈ പ്രയാഗ്രാജിൽ കുംഭമേള ഫെബ്രുവരി 26-ന് അവസാനിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ തിരക്ക് അവസാനിക്കുന്നില്ല. ഈ തിരക്ക് തീരുമ്പോ ഏതാണ്ട് മാർച്ച് അവസാനം ആകും. ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പൊ എന്നെ കണക്കൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രധാനപ്പെട്ട ചടങ്ങ് ഇത്ര ആള് വരും, അതുകൊണ്ട് വേണ്ട, തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് നമുക്ക് പോകാം എന്ന് കരുതിയിട്ട് ചിന്തിക്കുന്ന ലക്ഷങ്ങളുണ്ട്, കോടിക്കണക്കിന് പേര് ഈ രാജ്യത്തുണ്ട്. അങ്ങനെ ഈ മാർച്ച് കഴിഞ്ഞാലും പോകും. അതായത് ഇവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞ 3.5-4 മാസത്തെ ബിസിനസ് ആണ് ഈ പ്രയാഗ്രാജിൽ മാത്രം നടക്കുന്നത്. അത് റൂം, ടാക്സി. പിന്നെ ഇത്തവണ UP സർക്കാർ ചെയ്ത് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, UP സർക്കാർ ചെയ്ത് നിരക്കുകൾ ഏകീകരിച്ചു. ഈ കാറിന്റെയും അതുപോലെ ഈ ട്രാവലിംഗ് നിരക്കുകൾ അദ്ദേഹം ഏകീകരിച്ചിട്ടുണ്ട്. അതിന് കംപ്ലൈന്റ് 102 ചെക്ക് പോസ്റ്റ് ആണ് വെച്ചിരിക്കുന്നത്. 102 ചെക്ക് പോസ്റ്റ് ഈ വരുന്നവർക്കും പോകുന്നവർക്കും വേണ്ടി. അപ്പൊ ഈ ഓട്ടോക്കാരായാലും ഇല്ലെങ്കിൽ കാറിന്റെ അല്ലെങ്കിൽ മറ്റേ ടാക്സി സർവീസ് ആയാലും ഒക്കെ ഒരു ഏകീകൃത റേറ്റ് കൊണ്ടുവന്നു. ഹോട്ടലുകൾക്ക് ഒരു ഏകീകൃത റേറ്റ് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അവിടുത്തെ ഈ എല്ലാ ഹൈന്ദവ സംഘടനകളും, ഇന്ത്യയിലുള്ള എല്ലാ ഹൈന്ദവ സംഘടനകൾക്കും അവിടെ സ്പേസ് അനുവദിച്ചിട്ടുണ്ട്, ടെന്റുകൾ അനുവദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ടെന്റ് ആണ് എക്കാലവും അവിടുത്തെ ഏറ്റവും വലിയ ടെന്റ് എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി മഠങ്ങൾക്ക് ടെന്റ് ഉണ്ട്, എല്ലാ മഠങ്ങൾക്കും. അതായത് ഈ രാഷ്ട്രീയം ഉള്ള അങ്ങനെ മഠങ്ങൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. BJP എതിർക്കുന്ന മഠങ്ങൾ ഒരുപാടുണ്ട്. ആ മഠങ്ങൾക്കും എല്ലാ സംഘടനകൾക്കും, എല്ലാ ഹൈന്ദവ സംഘടനയും BJP-ക്കാരോ RSS-കാരോ ഒന്നുമല്ല, എല്ലാ ഹൈന്ദവ സംഘടനകൾക്കും അവിടെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, വ്യത്യസ്തമായിട്ടുള്ള ആരാധനാക്രമങ്ങളും ആശയമുള്ളത്, എന്നാൽ ഹിന്ദു എന്ന ഒരു ഒറ്റ പേരിൽ പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടുന്നവർ ഒരേ മനസ്സോടെ. ഇപ്പൊ ധനുഷ് നേരെ സൂചിപ്പിച്ചു, ഇത്രയും നാളായിട്ട് അവിടെ നിന്ന് ഒരു പീഡന കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു കത്തിക്കുത്ത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ നിന്ന് നമ്മൾ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിച്ച വാർത്ത മാത്രം നമ്മൾ അവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് വരെ അങ്ങനെ ഒരു കൊള്ളയടിയുടെ കാര്യം കേട്ടില്ല. 2001 കുംഭമേള പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഇന്ന് വരെ അവിടെ ഒരു മോഷണത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. തെമ്മാടിപ്പോ അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്തിട്ടില്ല. നിറഞ്ഞ മനസ്സോടെ ഭക്തിയോടെ പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു വേറൊരു ലോകമാണ് ഈ പ്രയാഗ്രാജിൽ തുറന്നിട്ടിരിക്കുക. എവിടെ നോക്കിയാലും ഭക്തിയോടെ നമ്മൾ പോകണം. അതല്ലാതെ ഭാങ്ക് കഴിക്കാനോ കഞ്ചാവ് വലിക്കാനോ പോകണമെങ്കിൽ അത് അവിടെ പോയാലും എവിടെ പോയാലും ഒരു സ്പേസ് തന്നെയുള്ളൂ. അതിനിപ്പോ അവിടെ പോയിട്ടില്ല. അതിലേക്ക് ഞാൻ വരാം. ബിജുചേട്ടൻ കുംഭമേളയിൽ പങ്കെടുത്ത ഒരാള് എന്ന നിലയിൽ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വേണം. എന്തായാലും അത് നമുക്ക് അവസാനത്തെ ചോദ്യമൊക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കുക. ഈ കുംഭമേള ഇത്രയും വലിയൊരു ഹൈന്ദവ ഉത്സവമാണ് എന്ന് അറിഞ്ഞിട്ടും ഈ വഖഫ് ബോർഡിന് അതിന് ഒരു ക്ലെയിം വയ്ക്കാനുള്ള ഒരു ചേതോ വികാരം എന്താണ്? എന്താ തോന്നുന്നു? അതിന്റെ ഉത്തരം ധനുഷൻ അത് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. 1.5 ലക്ഷം കോടി രൂപയാണ് വരുമാനം. അപ്പൊ ഈ നമ്മുടെ സ്ഥലമാണെന്ന് പറയുന്നു, നമ്മുടെ സ്ഥലം എന്ന് പറയുമ്പോഴത്തേനും അവിടെ കട കെട്ടാൻ വരുന്നവൻ ചെയ്യുന്ന എന്തെങ്കിലും കിട്ടിയാൽ. ഇനി ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ക്ഷേത്രത്തിന്റെ പേര് പറയുന്നില്ല. കേരളത്തിൽ നടക്കുന്ന ഒരു വലിയ കേരളത്തിൽ ഈ ഇത്രയും പേര് വരുന്നില്ല, ഒരു 1.5 കോടി ആളുകൾ വർഷം വന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തെ കുറിച്ചാണ്. ഞാൻ ആരെയും മോശമാക്കി ചിത്രീകരിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ കടകളും മറ്റുമൊക്കെ ലേലം ചെയ്ത് പോകാറുണ്ട്.
ഈ കടകൾ മേടിക്കുന്നവർ എന്താണ് ചെയ്യുന്നത്? കടകൾ ലേലം ചെയ്യുമ്പോൾ സർക്കാരിന് ഒരു തുക അടയ്ക്കണം. ഒരു ഉദാഹരണം, 1,00,000 രൂപയാണ് എന്ന് കരുതുക. ഉദാഹരണമാണ്, നമ്മൾ 1,00,000 രൂപയല്ല, 1,00,000 രൂപയ്ക്കകത്ത് ഞാൻ ഇത്ര സ്പേസ് കടയെടുക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? നേരെ ഞാൻ പോയിട്ട് ഈ കട ഒരു 10 പേർക്ക് കൊടുക്കുക. ഒരു പിന്നെ മിഠായി വിൽക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ നാരങ്ങാവെള്ളം വിൽക്കുന്ന ആൾക്ക്, അങ്ങനെ എനിക്ക് കിട്ടിയത് 10 പേർക്ക് കൊടുക്കുന്നു. ഈ 10 പേരുടെ ഞാൻ 5,00,000 രൂപ മേടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന 50,00,000 രൂപ. ഞാൻ സർക്കാരിന് അടച്ചത് 1,00,000 രൂപ. ഇത് പിടിക്കും, സ്വാഭാവികമാണ്. എന്റെ പേരിലല്ലല്ലോ ഇത് നടത്തുന്നത്. പിടിക്കാതിരിക്കാൻ ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു 3,00,000 രൂപ കളഞ്ഞാൽ, പോട്ടെ എല്ലാം കൂടെ 5,00,000 രൂപ ഞാൻ കളഞ്ഞാലും 45,00,000 രൂപ എനിക്ക് ലാഭമാണ്, അല്ലേ? ഇതൊരു സംഘടന സംഘടിതമായി ചെയ്യുകയാണെങ്കിൽ ഒറ്റയടിക്ക് പോകുന്ന എത്ര രൂപയായിരിക്കും അവരുടെ കയ്യിൽ കിട്ടുന്നത്? ഇനി ഞാൻ കുറച്ച് കാര്യം കൂടെ പറയാം. ഇത് ആ വിഷയത്തിലേക്ക് വന്നുകൊണ്ടാണ്, ഒരിക്കലും അങ്ങനെ പോകരുതെന്ന് കരുതിയാണ് ഈ ചർച്ച. എന്തെങ്കിലും ഞാൻ പറയുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ചടങ്ങ് എന്ന് പറയുന്ന സ്നാനമാണ്, കുളിയാണ്. ഈ സ്നാനത്തിന്റെ പേരെന്തായിരുന്നു അറിയാവോ? കഴിഞ്ഞ നാളുകൾ വരെ എന്തായിരുന്നു അറിയാവോ? ഒരു ഷാഹി സ്നാൻ എന്നാണ് ഇതിന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ ഷാഹി സ്നാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറൊന്നുമില്ല, രാജകീയമായ കുളി എന്ന് മാത്രം. സന്യാസ ശ്രേഷ്ഠന്മാരും ഒക്കെ കുളിക്കുന്ന ദിവ്യമായ സ്നാനം, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പേര് ഇതായിരുന്നു, ഷാഹി സ്നാൻ എന്നായിരുന്നു. ഈ ഷാഹി സ്നാൻ എന്നുള്ള വാക്ക് എവിടുന്നാ വന്നതെന്ന് ചോദിച്ചാൽ അത് പേർഷ്യൻ വാക്കാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ കാലത്ത് വന്ന വാക്കാണ്. ഷാഹി സ്നാൻ ഘട്ട് എന്നുള്ള പേരാണ്. ഈ പ്രയാഗ്രാജ് വന്നിട്ട് എത്ര നാളായി? കുറഞ്ഞ നാളല്ലേ ഉള്ളു ആ പേര് വന്നിട്ട്. അലഹബാദിൽ നടക്കുന്ന ഷാഹി സ്നാൻ, ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് തോന്നുന്ന ഒരു ചിന്തയുണ്ട്. ഇത് പറയുമ്പോൾ മതേതരത്വം കുന്തമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഉള്ളതെന്നൊക്കെ പറയണം. ഇതിന്റെ പേര് ഇപ്പോൾ അത് മാറ്റിയിരിക്കുന്നു, രാജർഷി സ്നാനം എന്നാക്കിയിരിക്കുന്നു. ഋഷിതുല്യന്മാരായുള്ളവരും സന്യാസ ശ്രേഷ്ഠന്മാരും കുളിക്കുന്ന അല്ലെങ്കിൽ സ്നാനം ചെയ്യുന്ന ചടങ്ങിനെ രാജർഷി സ്നാനം ഇപ്പോഴാക്കി മാറ്റിയിരിക്കുന്നു, പ്രയാഗ്രാജാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ പേരുകൾ തന്നെ അവിടുന്ന് നീക്കം ചെയ്തിരുന്നു. മുമ്പ് ഈ കച്ചവട സ്ഥാപനങ്ങളെല്ലാം, അത് ഓപ്പണായിട്ട് തന്നെ നമ്മൾ പറയണം, ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വരും. ഈ കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഇതുപോലെയുള്ള ഈ ബോർഡുകൾ, ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നവരും ഇല്ലെങ്കിൽ ചില പള്ളി കമ്മിറ്റിക്കാരും ഒക്കെ ഇതേ കിടക്കുള്ള സ്ഥലം, അവിടെ എനിക്ക് തോന്നുന്നത് മിലിറ്ററിയുടെ ഒരു പരേഡ് ഗ്രൗണ്ട് ഉണ്ട് അവിടെ, മിലിറ്ററിയുടെ ഇത് നടക്കുന്നിടത്ത്. അത് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, ഇവരാരും കൈവെക്കാത്തതെന്ന് തോന്നുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കൂടി ഈ രാഷ്ട്രീയക്കാരും എല്ലാം കൂടെ വളഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ കച്ചവടക്കാർക്കുള്ള സ്പേസും പിന്നെ വെച്ചുകൊണ്ടിട്ട് ഈ അടിച്ചെടുത്ത ഒരു തുകയുണ്ട്, അല്ലെ? ഇന്നിപ്പോ തുക കിട്ടാതെ വന്നപ്പോഴത്തേക്കും ഒന്ന് എറിഞ്ഞു നോക്കി, ഇത് വഖഫിന്റേതാണ് എന്ന് പറഞ്ഞു. കാരണം എന്താണ്? അവിടെ കച്ചവടം ചെയ്യാൻ വരും. ഇത് പറയുന്നത് എന്തിനാണെന്ന് ധനുഷിന് മനസ്സിലായില്ലേ? അപ്പൊ ഈ പറയുന്ന ആൾക്ക് പറയാം ഇത് വഖഫ് ബോർഡിന് വിട്ടുകിട്ടില്ല എന്നൊക്കെ അറിയാം. പക്ഷെ അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കി വിട്ടു കഴിഞ്ഞാൽ നാളെ ഒരു കൂട്ടം ആൾക്കാർ അവിടെ കച്ചവടം ചെയ്യുന്ന ബംഗാളി എടുത്ത്, അവിടെ കച്ചവടം ചെയ്യുന്ന യു പിക്കാരൊന്നും അല്ല, യു പിക്കാർ കുറച്ചേ ഉള്ളൂ. മലയാളിയും കച്ചവടം ചെയ്യുന്നുണ്ട് ഈ പ്രയാഗ്രാജിൽ പോയിട്ട്, തമിഴിനും കച്ചവടം ചെയ്യുന്നു, കന്നഡക്കാരനും കച്ചവടം ചെയ്യുന്നു. ഒരു സംഘം ആൾക്കാർ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് അവൻ്റെ അടുത്ത് പറയുക, വഖഫ് ബോർഡിന്റെ സ്ഥലമാണ്, ഞങ്ങൾക്ക് ഹഫ്ത വേണം, ഇന്നത്തെ 1000 രൂപ, എല്ലാ ദിവസവും പേരുടെ 1000 രൂപ വേണം എന്ന് പറഞ്ഞാൽ ആ വരുന്ന ഗ്യാങ്ങിന് കിട്ടിയത് എത്രയാണ്? ഒരു മാസം 30,000 രൂപ കിട്ടിയത്. 3 മാസം അവനത്തെ 90,000 രൂപ കിട്ടിയത്. എന്താണ്? ഒരു ഒറ്റ പ്രസ്താവനയുടെ ബലത്തിലാണ് ഈ ഗ്യാങ് അവിടെ വന്നതെന്ന് ആലോചിക്കണം. ഇതേപോലെ ഉള്ള സ്ഥലം, ഇതേപോലെ ആയിരുന്നു അവിടുത്തെ കച്ചവടം. പിന്നെ ഈ നമ്മുടെ കാർവാർ യാത്രയുണ്ട്, യു പിയിലെ കാർവാർ യാത്ര. യു പിയിലല്ല, ഡൽഹിയിലും രാജസ്ഥാനിലും ഒക്കെ ഹിന്ദുക്കൾക്ക് കാർവാർ ടൈം ഉണ്ട്. അതായത് ഒരു തീർത്ഥാടന കാലമാണ്. അത് അവരെ അവിടുന്ന് തീർത്ഥാടനമായി പദയാത്രയായി നടന്ന് ഗംഗാ നദിയിൽ ചെന്ന് ജലം എടുത്തുകൊണ്ട് വന്ന് തങ്ങളുടെ വീടുകളിലും മറ്റും ശുദ്ധിയാക്കുന്നതും സൂക്ഷിക്കുന്നതുമാണ്. ആ കാർവാർ യാത്രയുടെ ഇടയിൽ കഴിഞ്ഞ തവണ കാർവാർ യാത്ര നടന്നപ്പോൾ എത്ര സ്ഥലത്താണ് സംഘർഷമായി മാറിയത്? എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ വഴിയോരങ്ങളിലുള്ള ഹോട്ടലുകൾ, ആ ഹോട്ടലുകളിൽ ഹലാൽ ഫുഡുകളാണ് ഈ പോകുന്ന വിശ്വാസികൾക്ക് നൽകുന്നത്, ഹൈന്ദവ വിശ്വാസികൾ. സ്വാഭാവികമായും നമ്മൾ മലയാളികളാണ്, പ്രബുദ്ധരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, മതേതരത്വക്കാരാണ്, ഞാനും ധനുഷുമൊക്കെ. നമ്മളൊരു വ്രതം പിടിച്ചു കഴിഞ്ഞാല് നോൺ വെജ് ഉള്ള കടയിൽ നിന്ന് കയറിയിട്ട് നമ്മൾ ചായ കുടിക്കാറില്ല എന്നാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ധനുഷും അങ്ങനെ തന്നെയായിരിക്കും. കാരണം എന്താണെന്നറിയാവോ? നോൺ വെജ് ഉള്ള കടയിൽ നിന്ന് നമുക്ക് വെജ് കഴിക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ മാനസികമായിട്ട് ചിലപ്പോൾ ആ നോൺ വെജിന്റെ ചെയ്ത ആ കൈകൾ കൊണ്ടായിരിക്കാം ഈ പാത്രം എടുത്തുകൊണ്ട് വന്നത് എന്നുള്ള നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു ഇത്. അപ്പം വ്രതം എടുത്തു പോകുന്ന ആ യാത്രികർ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, ആ യാത്രികർക്ക് നേരെ അങ്ങനെ ആക്രമണം ഉണ്ടായത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ അവരെ അങ്ങനെ അവഹേളിച്ചത് കൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഒരു നിയമം കൊണ്ടുവന്നു. എല്ലാ കടക്കാരും അവരുടെ പേരും ഫോൺ നമ്പരും കടയുടെ മുന്നിൽ പ്രദർശിപ്പിക്കണമെന്ന്. അപ്പൊ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താണ് എഴുതിയത്? ജാതിയും മതവും തിരിച്ചിട്ട് യോഗി കടയുടെ പേര്. എന്താണത് തെറ്റ്? ഞാനൊരു കട നടത്തുകയാണെങ്കിൽ എന്റെ പേരും ഫോൺ നമ്പരും കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? അത് ചെയ്യേണ്ട നിയമമല്ലേ?
നമ്മുടെ പഞ്ചായത്ത് രാജിലുണ്ട്, കേരളത്തിലുണ്ട് നിയമം. ഓരോ കടയുടെയും താഴെ കടക്കാരന്റെ പേര് എഴുതി വെക്കണം, സ്ഥലപ്പേര് എഴുതി വെക്കണം. മുമ്പ് നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ചില കടക്കാർ അത് അനുസരിക്കാറുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ ബസ്സിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ പറയുന്നത് കാക്കനാട് എത്തി, എങ്ങനെ നമ്മൾ കാക്കനാട് എത്തി എന്ന് മനസ്സിലാകുന്നത്? അവിടുത്തെ ഒരു കടയുടെ താഴെ ആ ബോർഡ് ചിലരെ എഴുതാറുള്ളൂ, അത് വളരെ ചെറുതായിട്ടാണ്. പിന്നെ നമ്മൾ ബാങ്കിന്റെ ശാഖയുടെ പേര് നോക്കിയാൽ ഇത് എവിടെയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ നിയമം, നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയമം പേരും ഫോൺ നമ്പറും എഴുതി സൂക്ഷിക്കണമെന്നാണ്. ഇതൊന്നും ചെയ്യാതെ യോഗി പറഞ്ഞപ്പോൾ അത് വലിയ വൃത്തികേടായി മാറി. യോഗി പറഞ്ഞത് എന്തിനാണ്? ഏത് കടയാ എന്താണെന്നുള്ളത് പെട്ടെന്ന് ഈ പോകുന്ന കസ്റ്റമറിന്, അതായത് ബുദ്ധിമുട്ട് അനുഭവിച്ച കസ്റ്റമറിന് പരാതിപ്പെടാൻ എളുപ്പമായിരിക്കും. ഇതാണ് പറഞ്ഞത്. ഇനി ഇവിടുകാരനാണോ ഈ കച്ചവടം ചെയ്യുന്നത് എങ്ങനെ അറിയാൻ പറ്റും? യു പിയിലെ കടകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കാണുന്ന കണക്ക് 2 നിലയും 3 നിലയുള്ള കടകളല്ല, താൽക്കാലിക കടകളാണ്. ദബകൾ പോലെ കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതൊക്കെ പൊളിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ പോയി, ഇല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് പോയാലും നഷ്ടം വരാനൊന്നുമില്ല. അത് നടത്തുന്നത് ചിലപ്പോൾ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ആയിരിക്കും. ഇത് ആരാന്ന് അറിയില്ല. ഇതിനാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഈ പ്രയാഗ്രാജിൽ അദ്ദേഹം മുൻകൂട്ടി തന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ആ ഒരു കച്ചവടം വേണ്ട, അപ്പൊ ആ സംശയം തീരുമല്ലോ, ആ ഒരു സംഘർഷത്തിന്റെ അവസ്ഥ മാറി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോഴെന്താണ് നിങ്ങൾ നോക്കിക്കോളൂ, ഈ ഒരു നീക്കം യോഗി ആദിത്യനാഥ് നടത്തി കഴിഞ്ഞപ്പോൾ കേരളത്തില് എണ്ണം പറഞ്ഞ ഈ മുസ്ലിം വിങ്ങിൽ നിൽക്കുന്ന പത്രങ്ങൾ, ആ പത്രങ്ങൾ എഴുതിയ ലേഖനം ഞാൻ നന്നായിട്ട് വായിച്ചു. അവരതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അവര് പക്ഷെ ആ വരി ഉപയോഗിച്ചത് വേറൊരു കാര്യത്തിലാണെങ്കിലും വരിയിൽ ഒരു വലിയ സത്യമുണ്ട്. അവർ പറയുന്നു ലക്ഷക്കണക്കിന് പേരെത്തുന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ മുസ്ലിങ്ങളോട് മാത്രം അയിത്തം, അവിടെ ബുദ്ധനും ഹിന്ദുവിനും ജൈനനും ഒക്കെ കച്ചവടം ചെയ്യാനുള്ള ഒരു അനുമതി പിന്നെ യോഗി കൊടുത്തിരിക്കുന്നു. ഇതുവഴി ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർക്ക് കിട്ടുന്നത്. അതായത് ഇത്രയും നാൾ ഇതുങ്ങൾക്ക് 5 പൈസ കിട്ടിയിരുന്നില്ല എന്നുള്ളതല്ലേ അതിൽ പറഞ്ഞു വരുന്ന ആ വരികളിൽ. ഇവർക്ക് ഇത്രയും രൂപ ഇപ്പൊ കിട്ടുന്നുണ്ട്, ഇതുവഴി ഇവർക്ക് ഇത്രയും രൂപ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് കച്ചവടം ചെയ്തിരുന്ന ഒരു വിഭാഗമായിരുന്നു അവിടെ ഭൂരിപക്ഷം പേര്. എന്തുകൊണ്ടാണ് ഇപ്പൊ അത് പ്രയാഗ്രാജിൽ നിന്ന് മാറ്റിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മതത്തോടുള്ള എതിർപ്പ് കൊണ്ടല്ല, പകരം ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ഈ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം, അല്ലെ? അത് പെട്ടെന്ന് സംഘർഷം ഉണ്ടാകുമ്പോൾ അതിന് ഈ വർഗീയമായി നിറം നൽകാൻ വളരെ എളുപ്പമാണ്. അപ്പൊ സ്വാഭാവികമായും നമുക്കറിയാം, ഞാൻ അങ്ങനെ കരുതുന്നില്ല. അവിടുത്തെ ഈ നമ്മള് പ്രയാഗ്രാജ്, അതായത് മുൻപ് അലഹബാദ് കുംഭമേളയാണ്. ഈ കുംഭമേളയ്ക്കൊക്കെ മുസ്ലിം സമുദായത്തിന്റെ ഇടയ്ക്ക് നിന്ന് വലിയ പിന്തുണ തന്നെയാണ് ഇതിന് കിട്ടുന്നത്. കാരണം അവരുടെ എല്ലാം ഉപജീവന മാർഗമാണ്. ഒന്നും വേണ്ട, ശബരിമല സീസണില് നമ്മൾ ഈ എറണാകുളം മുതല് പിന്നെ പമ്പ വരെയുള്ള 2 സൈഡിലും കച്ചവടം നടത്തുന്നത് ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം. അല്ലല്ലോ, മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ നടത്തുന്നില്ലേ? അവർ ഈ ശബരിമല സീസൺ ആകുമ്പോൾ എന്താ ചെയ്യുന്നത്? അവരവരുടെ പേര് പോലും മാറ്റാറുണ്ട് ബോർഡിന്റെ. അയ്യപ്പൻ സ്വാമിയെ വെജിറ്റേറിയൻ ഹോട്ടൽ, അയ്യപ്പൻ വെജിറ്റേറിയൻ ഹോട്ടൽ പേര് മാറ്റാറുണ്ട്. അവരെങ്ങനെയാണ് വരുന്ന ഭക്തരോട് പെരുമാറുന്നത്? ഞാൻ ആ സമയത്തൊക്കെ മുസ്ലിങ്ങളുടെ കടയിൽ അത് പോയി ചായ കുടിച്ചിട്ടുണ്ട്. അവർ വളരെ വളരെ ബഹുമാന പുരസ്സരം, സ്നേഹപുരസ്സരം, സ്വാമി ഇവിടെ ഇരിക്കുന്നതാണ് അവർ പറയുന്നത്, അല്ലെ? അതേപോലെ തന്നെ ആയിരുന്നു ഈ മുമ്പ് ഈ അലഹബാദിലേക്ക് എത്തുന്ന ഭക്തരോടും അവിടെ മുസ്ലിങ്ങൾ ചെയ്യുന്നത്. അതിനകത്തൊന്നും എതിർപ്പില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ചിലർക്ക് വലിയ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഭാഗത്തിനെ മുഴുവൻ തീവ്രവാദികളായിട്ട് ചിത്രീകരിക്കണമെന്നുള്ള താല്പര്യം ഇവിടെ ഒരു സംഘടനയ്ക്കുമില്ല. താല്പര്യം ആകെയുള്ളത് തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയ്ക്കാണ്. അതായത് ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കാണ് മുസ്ലിങ്ങൾ മുഴുവൻ ഭീകരന്മാരാക്കി ചിത്രീകരിക്കേണ്ട ആവശ്യം. കാരണം അവരുടെ കൂടെ നിൽക്കണ്ടേ, അവരുടെ കൂടെ ആള് വേണ്ടേ? അവരുടെ കൂടെ ആള് നിൽക്കണമെങ്കിൽ അവർക്ക് ഭയപ്പെടുത്തണം. RSSകാരെ ഇല്ല BJPക്കാര്, നമ്മളെല്ലാം വർഗീയവർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്നുള്ളത് ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ കച്ചവടത്തിനകത്ത് അവിടെ കച്ചവടം ചെയ്ത ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഇല്ലെങ്കിൽ മുസ്ലിം വ്യാപാരിക്ക് വ്യക്തിപരമായി എത്ര രൂപ ലാഭം കിട്ടിയെന്ന് ഒന്ന് തിരക്കി നോക്കുന്നത് നന്നായിരിക്കും. ഈ ലാഭമൊക്കെ ആരാ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ഈ ബോർഡുകളല്ലേ, കമ്മിറ്റികളല്ലേ, കോടികൾ അവർ അടിച്ചു മാറ്റിയില്ലേ? കച്ചവടം ചെയ്യാൻ ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ, ഒരു ചായ കച്ചവടക്കാരൻ വന്നു കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്ന് ആദ്യം എണ്ണി വാങ്ങും 5 ലക്ഷമോ 10 ലക്ഷമോ. എന്നിട്ട് അവന് കച്ചവടം ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ആ പാവത്തിന് ഒരു 12 ലക്ഷമോ 15 ലക്ഷമോ കിട്ടും. പക്ഷെ ആ സ്ഥലം വിറ്റതിന്റെ ചിലപ്പോൾ അത്രയും കിട്ടണമെന്നുമില്ല. അപ്പോ ഇതൊരു വലിയ ബിസിനസ്സായി കൊണ്ടു നടന്ന മാഫിയയ്ക്കാണ് ഈ യോഗി അവിടെ തടയിട്ടത്. അതല്ലാതെ ഒരു മതത്തിനല്ല. ഈ സ്പേസ് കൊടുക്കുന്നത് അവിടെ ഏറ്റെടുത്തുകൊണ്ടിരുന്നത് സംഘങ്ങളായിരുന്നു. മാഫിയനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, MLA മാരുണ്ട്, ഈ മതസംഘടനകളുണ്ട്. അതിനെല്ലാം തടയിട്ടിട്ട് ഇപ്പൊ സർക്കാർ നേരിട്ട് തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? കുറഞ്ഞ പക്ഷം നമുക്ക് കുംഭമേളയുടെ ഏകദേശ പ്രതീക്ഷിക്കുന്ന കണക്കെങ്കിലും കിട്ടി, അല്ലെ? ഇതേപോലൊക്കെ ഉള്ള മേളകളും കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നതല്ലേ? ഏതെങ്കിലും കണക്കുകൾ കിട്ടാറുണ്ടോ? ആ കണക്കിനനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം കേരളത്തിലെ ഒരു തീർത്ഥാടകന് എന്തെങ്കിലും സൗകര്യമുണ്ടോ? 2013 40,000 ടോയ്ലറ്റ് ആണ് ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്ത്
ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ സ്ഥാനത്ത് 1.5 ലക്ഷം ടോയ്ലറ്റുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും പേര് വരുമ്പോഴത്തേന് ടോയ്ലറ്റിന്റെ ആവശ്യകത ഭയങ്കരമാണ്. 1.5 ലക്ഷം ടോയ്ലറ്റുകളാണ് അതെ. സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു സ്പേസിൽ മാത്രമല്ല, കടന്നു വരുന്ന വഴികളിലെല്ലാം. ഒപ്പം തന്നെ കിടക്കുവാനുള്ള സ്പേസ്, അതായത് ചെറിയ ടെന്റുകൾ പോലെ. ആ ടെന്റുകളിൽ ആധുനിക രീതിയിലുള്ള ടെന്റുകളുണ്ട്. ഈ AC ഒക്കെ, AC യുടെ ആവശ്യമില്ല, ഇപ്പൊ നല്ല തണുപ്പാണ്. അപ്പം നല്ല രീതിയിലുള്ള ടെന്റുകളും സാധാരണ പൈസ ഇല്ലാതെ കിടക്കാനുള്ള സിസ്റ്റങ്ങളും, പിന്നെ ഈ ആളുകൾക്ക് വന്നു പോകാനുള്ള 102 ചെക്ക് പോസ്റ്റുകൾ വഴി കടന്നു വന്ന് വളരെ സുഗമമായിട്ട് പോകാനുള്ള സംവിധാനമാണ് ഉയർത്തി പോയിരിക്കുന്നത്. ഇത് വളരെ സെക്യൂരിറ്റി വേണ്ട ഒരു കാര്യമാണ്. അവിടെയാണ് ഇന്ത്യ പോലൊരു വലിയ മഹാരാജ്യത്ത് ഈ 45 കോടി ജനം ഒരു സ്ഥലത്തേക്ക് ഒത്തുകൂടുമ്പോൾ അത് ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. യോഗിയെ കുറ്റം പറഞ്ഞാൽ പോരാ. അപ്പൊ ചോദിക്കും, യോഗിക്ക് മുമ്പും കുംഭമേള ഉണ്ടായിരുന്നില്ലേ? അതിന് അതിൻ്റെതായ കുറവും ഉണ്ടായിരുന്നു. ആ കുറവാണ് ഞാൻ ഇച്ചിരി മുമ്പ് എണ്ണി എണ്ണി പറഞ്ഞത്. ആ പണം എവിടെ പോയി, ഇല്ലെങ്കിൽ അതിന്റെ ഫെസിലിറ്റി എവിടെ പോയി, അവിടെ നടന്ന ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവർക്ക് എന്ത് കൊടുത്തു, അതെങ്കിലും ഉം. അറിയണമല്ലോ. ഈ കുംഭമേളക്ക് മരിക്കുന്നവർക്ക് ഒരു തുക കൊടുക്കണമല്ലോ. തീർത്ഥാടകർക്ക് കൊല്ലപ്പെടും, സ്വാഭാവികമല്ലേ. അവർക്ക് എന്ത് കൊടുത്തു? ആ കൊടുത്ത വാർത്തകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്നിപ്പോ കുംഭമേള എന്ന് പറഞ്ഞാൽ പല ഇടതുപക്ഷ പ്രൊഫൈലിലും ഈ നാഗസന്യാസിമാരുടെയും അഘോരി സ്വാമിമാരുടെയും ഒക്കെ പടം അവരുടെ പ്രൊഫൈൽ ഉം. പിക്ചറായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ അതൊരു ഹൈന്ദവ മുന്നേറ്റത്തിന്റെ ഒരു അടയാളമായിട്ട് തന്നെ നമ്മൾ അടയാളപ്പെടുത്തുന്നു. പക്ഷെ ഇത് അതെ. നാളെ തുടങ്ങുമ്പോഴും നമ്മൾ ഭയങ്കര ഭയത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. കാരണം ഇതിനകത്ത് ടെറർ അറ്റാക്കുകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. കാരണം വലിയ വലിയ മേള ഉം. നടക്കുമ്പോൾ ടെറർ അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ പ്രേക്ഷകർ കരുതും ബോംബ് പൊട്ടിക്കുകയോ ഇല്ലെങ്കിൽ വെടിവെപ്പാണ്. ഈ ആള് കൂടുന്ന ഇടങ്ങളിലൊന്നും ഭീകര പ്രവർത്തനത്തിന് ബോംബും തോക്കും ഒന്നും വേണ്ട, നാക്ക് മാത്രം മതി. ഉം. അത് സിമ്പിൾ എക്സാമ്പിൾ ഞാൻ കുറച്ചുകൂടി വിസ്തരിച്ചു തരാം. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഉത്സവം നടക്കുമ്പോൾ ഉത്സവ പറമ്പിൽ ഇടയ്ക്ക് ഈ ആളിങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഒരു ചെറിയ ആൾക്കൂട്ടം പറയും ആന വരണ്ടേ എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് ഓടാൻ തുടങ്ങും. അപ്പൊ ഇവിടെ നിൽക്കുന്ന ജനം ഉം. മുഴുവൻ ഓടും. ഈ തിക്കിലും തിരക്കിലും മാല പൊട്ടിച്ചുകൊണ്ട് പോകും കള്ളന്മാര്. ഇതുപോലെ ഈ വലിയ യോഗങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ വലിയ സമ്മേളനങ്ങൾ നടക്കുന്നിടത്ത്, ജനം ഒത്തുകൂടുന്നിടത്ത് ഒരു ഭാഗത്തുനിന്ന് ഒരു പറ്റം ആളുകൾ, ഒരു 50 പേര് അവിടുന്ന് ബഹളം വെച്ചുകൊണ്ട് അയ്യോ അതെ ബോംബ് പൊട്ടി, ഇല്ലെങ്കിൽ ഉം. അവിടുന്ന് പൈപ്പ് പൊട്ടിയില്ല, ഷോക്ക് അടിക്കുന്നു എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ബഹളം വെച്ച് അവിടുന്ന് ഓടിയാൽ ഇത്രയും ജനവും ഭയവിഹുലരായിക്കൊണ്ട് അവിടെ നിന്ന് ഓടും. ഈ ഓടുന്ന കൂട്ടത്തിലേക്ക് ഈ വീണ് കിടക്കുന്നവരെ ചവിട്ടി പോകേണ്ടി വരും. ഏറ്റവും നല്ല ഉദാഹരണം പുല്ലുമേടാണ്. പുല്ലുമേട് എന്താണ് സംഭവിച്ചത്? ആ ഉം. രാത്രിയിൽ എന്താണ് നമ്മുടെ മകരവിളക്ക് കണ്ടിട്ട് ഇറങ്ങി വന്നുകൊണ്ട് ഇരുട്ടാണ് പുല്ലുമേട്. ഞാൻ അവിടെ ഒരു 5 ഉം. വർഷക്കാലം പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഈ പുല്ലുമേട് ഈ മകരജ്യോതി നടക്കുന്ന സമയത്ത് ആ രാത്രിയിൽ അന്ന് ലൈറ്റ് ഇല്ല ഇത് നടക്കുന്ന സമയത്ത് അവിടെ ആ വഴിയോരത്ത് 3-4 കച്ചവടക്കാരുണ്ട്. അവിടെ ചായ കടക്കാരനുമായിട്ട് ഈ ഒരു അയ്യപ്പ ഭക്തൻ ചായ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം സംഘർഷത്തിലേക്ക് എത്തുന്നു. അവിടെ ഒരു സൈഡിൽ ഉം. നിന്ന് അടിപൊട്ടുന്നു, ബഹളം വരുന്നു, ലൈറ്റ് ഇല്ലാത്തടത്ത് ഇവർ ഓടുന്നു. അപ്പോൾ ഈ മലയിൽ നിന്ന് ഇറങ്ങി വന്ന ആയിരക്കണക്കിന് ഭക്തർ ഒന്നിച്ച് ഓടിയപ്പോഴാണ് അവിടെ നമുക്ക് 105 ജീവനുകൾ നഷ്ടപ്പെട്ടത്. ഒരാൾ വീണ് കഴിഞ്ഞാൽ ഓ. പുറകിൽ എന്താ നടക്കുന്നതെന്ന് നോക്കാൻ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇപ്പൊ പുറകിൽ എന്താ ബഹളം കേട്ടത്, അവിടെ എന്താ സംഭവം, നോക്കിയിട്ട് വരാമെന്ന് ആരും ഉം. പറയുന്നില്ല. എല്ലാവർക്കും അവരവരുടെ ജീവനാണ് വലുത്. അപ്പൊ പുറകിൽ നിന്ന് ഓടിക്കോ, സംഭവം നടക്കുന്നുള്ളൂ. താഴെ ഒരു മനുഷ്യജീവനാണ് കിടക്കുന്നത്, അയ്യോ അവനെ ചവിട്ടാതെ പോകണമെന്ന് ഓട്ടത്തിനിടയിൽ ആരും ശ്രദ്ധിക്കാറില്ല. എല്ലാവരും ചവിട്ടി അരച്ച് ഉം. പോകുമ്പോഴാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുപ്പതി സംഭവിച്ചത് എന്താണ്? ഒരു അതെ. നിസ്സാരമായ, വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് 6 പേരുടെ മരണത്തിന് ഇടയാക്കിയത്. അപ്പം ഇതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ വലിയ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് കുംഭമേള പോലെ ആയിരങ്ങളിൽ കോടികൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ AI സിസ്റ്റം, സെക്യൂരിറ്റി സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കുംഭമേളയ്ക്കാണ്. ഉം. 2025 കുംഭമേളയ്ക്കാണ് AI ആദ്യമായിട്ട് വരുന്നത്. AI നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. അയോധ്യയിലെ ഉം. പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ ആദ്യം അതിന്റെ ഒരു ടെസ്റ്റ് നടത്തിയെങ്കിൽ ഇപ്പൊ അത് കുറച്ചുകൂടെ ഉം. വിപുലീകരിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഈ കുംഭമേള ഈ നടക്കുന്ന ഈ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ വഖഫ് ബോർഡ് അത് ക്ലെയിം ചെയ്ത് തന്നെയാണ്. എന്തായാലും വഖഫ് ബോർഡ് ഇപ്പൊ അത് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. കുംഭമേള നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാനും പോവുകയാണ്. അപ്പൊ കേരളത്തിൽ നടക്കം എനിക്കറിയാവുന്ന എന്റെ ഫ്രണ്ട്സ് അടക്കം കുംഭമേളയ്ക്ക് പോകുന്നുണ്ട്. ഒരുപാട് പേര് ട്രെയിനൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് അവര് പോകുന്നുണ്ട്. 7-8 ദിവസം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവസാനം വളരെ പെട്ടെന്ന് ഒരു ചോദ്യം കൂടെ, കുംഭമേള എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് എന്തോ ആയിരുന്നു അവിടുത്തെ ഒരു അനുഭൂതി? ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് രണ്ട് മനസ്സോടെ കുംഭമേളയ്ക്ക് പോകാം. ഒന്ന് കാഴ്ച കണ്ട് രസിക്കാനാണെങ്കിൽ നമുക്ക് അങ്ങനെയും പോകാം. അങ്ങനെയുള്ളവർക്കും എൻജോയ്മെന്റ് ഉണ്ട് അവിടെ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ പൂരങ്ങളും മറ്റും നടക്കാറുണ്ട്, അല്ലെങ്കിൽ മുല്ലയ്ക്ക ചെറുപ്പം നടക്കാറുണ്ട് ആലപ്പുഴ.
ഈ മുല്ലയ്ക്ക് ചെറുപ്പ് പോകുന്നത് ആ ചെറുപ്പിന് പോയിട്ട് ദേവിയെ തൊഴുന്നവരുമുണ്ട്. വഴിയോരത്തെ കച്ചവടങ്ങളൊക്കെ കണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുക, അത്യാവശ്യം ഒന്ന് കറങ്ങി നടക്കുക, എൻജോയ്മെന്റ് ചെയ്യുക. അതാ പറഞ്ഞത്, രണ്ട് മനസ്സോടെ പോയാൽ രണ്ട് മനസ്സിൽ പോകുന്നവർക്കും ഈ നിരാശരാകേണ്ടി സന്യാസിമാര് വരത്തില്ല കുംഭമേളയ്ക്ക്. പാമ്പൊക്കെ കഴുത്തിലിട്ടുകൊണ്ട് വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതൊക്കെ സത്യമാണ്. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഈ അടിച്ചിറക്കുന്ന കഥകൾക്ക് യാതൊരു ഒരു പ്രസക്തി ഇല്ല എന്നാണ്. കാരണം ഈ സന്യാസിമാരെ ഞാൻ ഒരുപാട് വ്ളോഗുകൾ കാണാറുണ്ട്. അഘോരികൾ, ഈ അഘോരി എന്താണ്, നാഗസന്യാസി എന്താണ്, സന്യാസ സമൂഹം എന്താണ്, ഇതിന്റെ ഒരു സിസ്റ്റം, എനിക്കും ഈ സിസ്റ്റം ഒന്നും അറിയില്ല. പക്ഷെ കുറഞ്ഞ പക്ഷം ഈ നാഗങ്ങളെ കൊണ്ട് നടന്ന് അതുമായി പൂജിക്കുന്നവർ നാഗസന്യാസിമാരായിരിക്കാമെന്നെങ്കിലും ഒരു ചിന്ത നമുക്ക് വേണ്ട. ഇതൊന്നുമില്ല, എന്തെങ്കിലും വായു എന്ന് വിളിച്ച് പറയുകയാണ്. പക്ഷെ അവിടുത്തെ ഒരു പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വരുന്ന സന്യാസി വിഭാഗങ്ങളെല്ലാം തന്നെ അവരൊരു വേറൊരു ലോകത്താണ്. അവർക്ക് നമ്മളെ അറിയില്ല, നമ്മളെ കുറിച്ചൊരു ചിന്തയില്ല, ഇല്ലെങ്കിൽ എന്റെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നെന്ന് അറിയില്ല. അവരൊരു വേറൊരു ലോകത്താണ്. ഇവർ ഈ വേറൊരു ലോകത്തേക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല. സാധാരണ രീതിയിൽ നമ്മളൊരു മനുഷ്യനാണ്, ഉം. നമ്മളൊരിടത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാളെ നമുക്ക് അറിയാൻ പറ്റും, ഒരു മനുഷ്യനാണെന്നെങ്കിലും അറിയാൻ പറ്റും. നമ്മൾ വ്യക്തിപരമായിട്ട് അറിയില്ലെങ്കിൽ ഇവർ വേറൊരു വല്ലാത്ത ലോകത്താണ് ഭക്തിയുടെ പോകുന്നത്. എന്നാൽ ചില സ്വാമിമാര് നമ്മളോട് സംസാരിക്കാനും താല്പര്യപ്പെടുന്നുണ്ട്. പിന്നെ ഉം. നമ്മൾ ഈ ഉം. സ്വാമിമാരെ കാണുമ്പോൾ പൊതുവായിട്ട് നമ്മൾ എല്ലാവരും, ഞാനടക്കം ചോദിക്കുന്ന ഒരു ചോദ്യം, സ്വാമി ഞാൻ നന്നാകുമോ, എന്റെ വരുന്ന ആളുകൾ എങ്ങനെ ആയിരിക്കും ഉം. എന്നാണ് ചോദിക്കുന്നത്. ഒരു ഇത് പറയാൻ വേണ്ടിയിട്ടുള്ളവരല്ല അവര്. അവര് നമ്മളുടെയൊക്കെ ഒരു, എനിക്ക് തോന്നുന്നത് ഈ പ്രസന്റ് ആയിട്ട് നമ്മൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ മുകളിലാണ് അവർ. നമുക്ക് അവരോടൊരു ചോദ്യം ഉം. ചോദിക്കണമെങ്കിൽ അങ്ങനെ എന്താ ഭൗതിക തലത്തിലോ ഇല്ലെങ്കിൽ ആത്മീയ തലത്തിലോ എന്തെങ്കിലും അറിവ് വേണം. ഇല്ലാതെ നമ്മൾ അവിടുത്തെ തൊഴുകയല്ലാതെ ചോദ്യമില്ല. ഇല്ലെങ്കിൽ പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കാം, സ്വാമി ഉം. എങ്ങനെയുണ്ട്, അടുത്ത വർഷം എനിക്ക് നന്നായിരിക്കുമോ, എന്നെ അനുഗ്രഹിക്കുമോ നമുക്ക് ചോദിക്കാം. അത് ചിലപ്പോൾ അനുഗ്രഹിക്കാം, ചിലപ്പോൾ അനുഗ്രഹിക്കത്തില്ല. ഇത് പൈസ കൊടുത്താൽ വാങ്ങുന്നവരുണ്ട്, പൈസ കൊടുത്താൽ വാങ്ങാത്തവരുണ്ട്, ഈ കൊടുക്കുന്ന പൈസ മുഖത്തെറിയുന്നവരുണ്ട് ഇഷ്ടപ്പെട്ടില്ല ഉം. എന്നുണ്ടെങ്കിൽ. അതൊരു വല്ലാത്ത ഉന്മാദാവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ ഇതിനു വേണ്ടിയിട്ടായിട്ട് നോമ്പ് നോറ്റിരുന്ന ഒരു വലിയ വിഭാഗം അവിടെ എത്തുമ്പോൾ വേറൊരു രീതിയിൽ. ഞാൻ ആ പോയ സമയത്ത് ഒരുപാട് റിസ്ക് എടുത്ത് തന്നെയാണ് അന്ന് ആ യാത്ര അവിടെ പോകുന്നത്. അവിടുത്തെ എനിക്ക് തോന്നുന്ന ആ ബസ് സർവീസുകളൊന്നും കണ്ടക്ടർ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ടിക്കറ്റ് പോലും ഉം. ചോദിക്കാൻ പറ്റാത്ത അത്ര തിരക്കാണ്. ഈ ബസ്സൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഉം. സിനിമയിലൊക്കെ കാണുന്നതൊക്കെ ഈ രണ്ട് പിന്നെ ജനല് വഴിയൊക്കെ ആള് ചാടി കിടക്കും. ഈ ബസ്സിന്റെ മുകളിൽ തന്നെ ബസ്സിനകത്തുള്ള ആൾക്കാരുണ്ട്. ബസ്സൊക്കെ പോകുന്നുണ്ട് ഭയക്കും, സൈഡിൽ ചരിഞ്ഞ ബസ് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് പ്രാഥമികമായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, എനിക്ക് മനസ്സിലാക്കാൻ ആ വഴികളിൽ ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വർഗീയമായ ചേരിതിരിവ്, മുസ്ലിംസ് ഉള്ള ഏരിയ കൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു സീസൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടന്ന് ഒരുപാട് വണ്ടി അവിടം വരെ പോകില്ല. നമുക്കൊരു 20 കിലോമീറ്റർ എങ്കിലും നമുക്ക് നടക്കേണ്ടതായിട്ട് വരും. അതിന് മുകളിൽ നടക്കേണ്ടതായിട്ട് വന്നെങ്കിലേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, അന്നും ഈ നിയന്ത്രിക്കാനൊന്നും ഈ പോലീസുകാരെ കൊണ്ട് നിയന്ത്രിച്ചാലൊന്നും ഒതുങ്ങുന്നവരല്ല ഈ പറയുന്ന ഈ കോടിക്കണക്കിന് ജനവും. ഈ വരുന്ന ഈ സമൂഹങ്ങൾ എന്ന് പറയുന്ന സന്യാസ സമൂഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ചിലർ കുതിരപ്പുറത്താണ് വരുന്നത്, ചില സന്യാസ സമൂഹങ്ങള് ഈ മഠത്തിന്റെ അധിപനുമൊക്കെ വരും. ചിലര് നഗ്നരായിട്ടാണ് വരുന്നത്, സ്ത്രീകളുടെ ഉണ്ട്. അതായത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയം വരുന്നുണ്ട്. നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഉം. ഒരുപക്ഷെ ഈ പാമ്പും ഒക്കെ നമ്മുടെ അടുത്തൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. ഇവിടെ ഒന്നും നമുക്ക് പറയാൻ തോന്നാറില്ല, ഒന്നും പറയാനും പറ്റില്ല. കാരണം ഇവര് നടന്നു പോകുന്നത് തന്നെ ഇവർക്ക് അറിയില്ല. ഇവരൊരു വലിയ ഒരു ലോകത്തേക്കാണ് പോകുന്നത്. ശരിക്കും നമ്മൾ ഭക്തിയോടാണ് പോകുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്കും ഒരു വലിയ ഒരു ആവേശം, ഒരു ഓക്കെ. നിർവൃതി നമുക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം. ഇനി നമ്മൾ അഥവാ ടൂറാണ് പോകുന്നതെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം, അതായത് നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന എല്ലാ കാഴ്ചകളും ഉണ്ട്. ഇനി അതല്ല, ഒരു ജിപ്സി ആയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ, അതായത് ഒരു അലഞ്ഞു തിരിയുന്നവനായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അങ്ങനെയും പോകാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ മനസ്സിന് ഏതൊക്കെ തരത്തിൽ സമാധാനമുണ്ടോ, നിനക്ക് സന്തോഷവും ഉം. സമാധാനമാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് കുംഭമേള വരാം. ഒരിക്കലും അത് നിരാശരാക്കില്ല. കമ്മ്യൂണിസ്റ്റുകൾക്കും പോകാം, മതമില്ലാത്തവരും പോകാം, ഹിന്ദുവിനും പോകാം. പക്ഷെ പോയിട്ട് അതിനെ പുച്ഛിക്കുന്നത് കാണുമ്പോൾ എന്തിനാണ് പുച്ഛിക്കുന്നതെന്നും കൂടെ പറയാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാകണം. ഉം. എന്താണ് അതിന് അവർ ചെയ്യുന്നത്, ഇത് നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ എന്താ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഈ കുംഭമേളയുടെ പേര് നശിപ്പിക്കുക, ഈ ആചാരം ഇല്ലാതാക്കുക. നമ്മൾ തുടക്കം പറഞ്ഞതുപോലെ തന്നെ ആചാരങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം, അത് നമ്മുടെ ശബരിമലയിലും നമ്മൾ കാണും. ഇപ്പൊ പുതിയത് വന്നിരിക്കുന്നത് ഷർട്ടിട്ട് കയറണം എന്നുള്ളതാണ്. അതിന്റെ ചർച്ചകൾ നടന്നു വരുന്നു. ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതിനൊന്നും ഇപ്പൊ വലിയ സ്കോപ്പില്ല. കാരണം അതൊന്നും മൈൻഡ് ചെയ്യാൻ പുതിയ തലമുറ തയ്യാറില്ല ഉം. എന്നുള്ളതാണ് വലിയ സന്തോഷകരമായ കാര്യം. താങ്ക് യു വിജേട്ട, വളരെ താങ്ക് യു സോ മച്ച്. താങ്ക് യു.